പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ ശേഷിക്കെ അവസാനവട്ട വോട്ടുറപ്പിക്കലിലാണ് സ്ഥാനാർത്ഥികൾ. കോവിഡ് സാഹചര്യത്തിൽ എവിടെയും ഇക്കുറി കേന്ദ്രീകരിച്ച കൊട്ടിക്കലാശമില്ല. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് കെ.വി. ബൈജു, കോഴിക്കോട് നിന്ന് എസ്. വിനേഷ് കുമാർ, മലപ്പുറത്ത് നിന്ന് സി.വി. അനുമോദ്, കണ്ണൂരിൽ നിന്ന് മനു ഭരത് എന്നിവർ ചേരുന്നു. ആദ്യം വിനേഷിലേക്ക്. വിനേഷ്, പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രമുഖ നേതാക്കൾ അടക്കം എല്ലാവരും അവിടെ കേന്ദ്രീകരിച്ച് കുറച്ച് ദിവസമായുള്ള പ്രചാരണ പരിപാടികൾ നടക്കുന്നു. അതിന്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ എന്താണ് കോഴിക്കോട് കാണാൻ കഴിയുന്നത്? രേണുക, അവസാന മണിക്കൂറുകളിൽ ഏറെ ആവേശകരമാണ് ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങളെല്ലാം തന്നെ. നമുക്കറിയാം, കോവിഡ് പ്രോട്ടോകോൾ, കോവിഡിന്റെ ഒരു ഭീതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആളുകൾ, സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ എല്ലാവരും തന്നെ ഇതിന് പ്രചാരണത്തിന് എത്തിയിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ ഇറങ്ങി വോട്ട് ചോദിക്കുന്നത്, ഒപ്പം തന്നെ മറ്റ് റോഡ് ഷോകൾ ഉൾപ്പെടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കൊട്ടിക്കലാശം അല്പസമയത്തിനകം തന്നെ കൊട്ടിക്കലാശം ആരംഭിക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ വലിയ തോതിൽ ആൾക്കൂട്ടം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. ഉന്നത നേതാക്കളെല്ലാം തന്നെ, സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ കോഴിക്കോട് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. നമുക്കറിയാം, കോൺഗ്രസിന്റെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നാടാണ് കോഴിക്കോട്. ആ ഒരു മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉണ്ട്. അതുപോലെ മുല്ലപ്പള്ളി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സുരേന്ദ്രൻ സ്ഥലത്ത് 2 ദിവസമായി സുരേന്ദ്രൻ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ സുരേന്ദ്രന്റെ നാട് കൂടിയാണ്. സ്വാഭാവികമായും കൂടുതൽ ഇത്തരത്തിൽ ഈ ഭാഗത്ത് കൂടുതൽ സീറ്റുകൾ ലഭിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. നമുക്കറിയാം, കോഴിക്കോട് പൊതുവെ ഇടത്തോട്ട് ചാരിയുള്ള നിൽക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. അതിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അങ്ങനെ തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അതിനൊരു മറിച്ചൊരു ഉണ്ടാവുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് LDF. കാരണം കഴിഞ്ഞ കാലങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് LDF വോട്ട് തേടുന്നത്. അതേസമയം വെൽഫെയർ പാർട്ടിയുമായി UDF ഉണ്ടാക്കിയിരിക്കുന്ന കൂട്ടുകെട്ട് ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് ആരോപിച്ചുകൊണ്ട് ഇത് രാഷ്ട്രീയമായി തന്നെ ഉന്നയിക്കാനും LDF തയ്യാറാവുന്നുണ്ട്. UDFിലേക്ക് എത്തുമ്പോൾ UDF പ്രധാനമായും സർക്കാർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ചു കാലങ്ങളായി സർക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിനെ അതുപോലെ തന്നെ ഇടതുപക്ഷത്തെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. BJP ആണെങ്കിൽ 2 ഭാഗം, പ്രധാനമായും LDFനെയും UDFനെയും വിമർശിച്ചുകൊണ്ടും കഴിഞ്ഞ കാലങ്ങളിൽ LDFും UDFും ചെയ്തിരിക്കുന്ന അഴിമതി പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടുമാണ് BJP വോട്ട് നേടുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലും LDFന് അനുകൂലമായ ഒരു തരംഗമുണ്ടാവുമെന്ന് തന്നെയാണ് ഇടതു നേതാക്കൾ പറയുന്നത്. എന്നാൽ ഇടതുകോട്ടകൾ ഇത്തവണ തകർന്ന് തരിപ്പണമാവും എന്ന് തന്നെയാണ് UDF പറയുന്നത്. മറിച്ച് അവസാന മണിക്കൂറുകളിൽ പ്രചാരണം ശക്തമാണ്. മുന്നണികൾ വിജയപ്രതീക്ഷയോടെ മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റവും അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. എസ്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന് കെ.വി. ബൈജു ഉണ്ട്. ബൈജു, കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശം പതിവ് പോലെ ഉണ്ടാകില്ല, അതിന് മാർഗനിർദ്ദേശം അനുവദിക്കുന്നുമില്ല. പക്ഷേ നമ്മൾ 1ഉം 2ഉം ഘട്ടത്തിൽ ചിലയിടങ്ങളിലെങ്കിലും അത് ലംഘിച്ചുകൊണ്ടുള്ള ചില കൊട്ടിക്കലാശവും ആവേശവും ഒക്കെ കാണുകയുണ്ടായി. കാസർഗോട്ടെ സാഹചര്യങ്ങൾ എന്താണ്? പൂർണ്ണമായും കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശത്തിന് കാസർഗോഡ് സാക്ഷ്യം വഹിക്കുമോ? രേണുക, വൈകിട്ട് 4 മണിയോടുകൂടി കാസർഗോഡ് നഗരത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന പരിപാടിയുണ്ട്. ഈ പരിപാടിയിലാണ് UDFന്റെ ഈ കൊട്ടിക്കലാശം നടക്കുന്നത്. ഒരു പക്ഷേ മറ്റു ജില്ലകളിൽ കണ്ടതുപോലെ തന്നെ നമുക്കും ഇത്തരം കാഴ്ചകളും ഇവിടെ ഒരു പക്ഷേ കാണാൻ സാധിച്ചേക്കാം. കാരണം പ്രതിപക്ഷ നേതാവാണുള്ളത്. UDFന്റെ കാസർഗോഡ് ഏകദേശം സ്ഥാനാർത്ഥികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുമുണ്ട്. ബോബി കാനത്താണ് 3 മുന്നണികളുടെയും ഒരു കൊട്ടിക്കലാശം അരങ്ങേറുന്നത്. എന്തായാലും ഈ ഭാഗങ്ങളിലും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും വാശിയേറിയ മത്സരമാണ് കാസർഗോഡ് നടക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്കാണ് ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത്. 17 ഡിവിഷനുകളുള്ള ജില്ലാ പഞ്ചായത്തിൽ 5 ഡിവിഷനിലാണ് ശക്തമായ പോരാട്ടം നടക്കുന്നത്. നമുക്കറിയാം, BJPക്കും വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. 4 പഞ്ചായത്ത് BJPക്ക് നേരത്തെ ഉണ്ടായിരുന്നു. 2 പഞ്ചായത്ത് അവിശ്വാസത്തിലൂടെ പോയെങ്കിലും നിലവിൽ 2 പഞ്ചായത്ത് BJPയാണ് ഭരിക്കുന്നത്. നമുക്ക് മധൂർ പഞ്ചായത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി BJPയാണ്. അതുപോലെ തന്നെ കാസർഗോഡ് നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷം BJPയാണ്. ഇത്തരത്തിൽ വളരെ ശ്രദ്ധേയമായ പോരാട്ടം തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ നടക്കുന്നത്. എന്തായാലും ഈ പോളിംഗിനായി ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിർത്തി ജില്ല കൂടിയാണ്. നേരത്തെ കള്ളവോട്ട് ആരോപണത്തെ തുടർന്ന് റീപോളിംഗ് വരെ ഉണ്ടായ ഒരു ജില്ല കൂടി ആയതുകൊണ്ട് പോലീസും വലിയ കർശന സുരക്ഷ തന്നെയാണ് എത്തുന്നത്. 264 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തി ശക്തമായ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അധികൃതർ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും 4:30 കൂടി ഇത്തരത്തിൽ ഈ പരസ്യപ്രചാരണത്തിന് കലാശക്കൊട്ട് ഒരു വലിയ
സംഭവമാക്കി മാറ്റാൻ തന്നെയാണ് എല്ലാ മുന്നണികളും ശ്രമിക്കുന്നത്. നിലവിൽ വീടുകൾ കയറിയുള്ള ഒരു പ്രചരണത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ഉള്ളത്. രേണുക, ശരി. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ കാസർഗോട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആവേശം മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കാസർഗോഡ് ഉണ്ടാകും എന്ന ഒരു സൂചനയാണ് കെ വി ബൈജു നൽകുന്നത്. മലപ്പുറത്ത് നിന്ന് സി വി അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, പല രാഷ്ട്രീയ സാഹചര്യങ്ങളും മൂലം വലിയ ആവേശവും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചാരണത്തിൽ കണ്ടതാണ്. UDF-ന്റെ വെൽഫെയർ ബന്ധമൊക്കെ ഉയർന്നു കേൾക്കുന്നു. ഇന്നും ലീഗ് നേതാക്കൾ ചില നീക്കുപോക്കുകൾ ഉണ്ട് എന്ന് തുറന്നു സമ്മതിക്കുന്ന സാഹചര്യവുമൊക്കെ. എത്രമാത്രം ആവേശത്തിലാണ് അവസാന മണിക്കൂറിൽ പ്രചാരണം? രേണുക, ഞാൻ നിൽക്കുന്നത് പൂക്കോട്ടൂരിലാണ്. മലപ്പുറത്ത് പോലീസിന്റെ കർശന നിയന്ത്രണം ഉണ്ട്. ഒരു തരത്തിലും വലിയ തോതിൽ ആഘോഷമായി കൊട്ടിക്കലാശം നടത്തരുത് എന്നൊരു നിർദ്ദേശം തന്നെയുണ്ട്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, അപ്പുറത്തൊരു ലോറിയെല്ലാം തന്നെ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ സ്ഥാനാർത്ഥികളുടെ ചിത്രം വെച്ചും അതുപോലെ തന്നെ മറ്റ് ചെണ്ട കൊട്ടിയും എല്ലാം തന്നെ വലിയ ആഘോഷമായിട്ട് തന്നെ കൊട്ടിക്കലാശം നടത്തുന്നതാണ് മലപ്പുറത്ത്. പക്ഷേ കളക്ടറുടെ നിർദ്ദേശമുണ്ട്, ഒഴിവാക്കേണ്ടതാണ് എന്ന തരത്തിലൊരു നിർദ്ദേശം, നിരോധിച്ചിട്ടല്ല, പക്ഷേ പരമാവധി ഒഴിവാക്കേണ്ടതാണ് എന്നൊരു നിർദ്ദേശം പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഭാഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലൊരു ആഘോഷമായിട്ട് ഇത്തവണ കൊട്ടിക്കലാശം നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം മലപ്പുറത്തുണ്ട്. സാക്ഷ്യപ്പെടുത്തുമ്പോൾ 2,16,00,000 രൂപയുടെ സ്വപ്ന പദ്ധതികൾ ഈ വാർഡിൽ നടപ്പാക്കിയെങ്കിൽ പിലാക്കൽ കണ്ടെത്തിക്കുന്ന ലക്ഷം വീടുകളുടെ 10 ലക്ഷം, സമയമെടുത്ത് ഒരുക്കം നടത്തി കൊട്ടിക്കലാശം ആഘോഷമാക്കാൻ തീരുമാനിച്ചവരാണ് ഈ പാർട്ടി തന്നെ. ഇവർക്കൊക്കെ തന്നെ ഈ ഒരു നിർദ്ദേശം ഇത്രത്തോളം പാലിക്കാൻ കഴിയും എന്ന് സംശയമാണ്. പക്ഷേ പോലീസിന്റെ നിരീക്ഷണമുണ്ട്. പോലീസ് ഇവിടെ തന്നെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പോലീസിന്റെ സാന്നിധ്യമുണ്ട്. പോലീസ് എന്തെങ്കിലും പറഞ്ഞോ? നിരീക്ഷണം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, പോലീസ് കാര്യങ്ങൾ നല്ലതാണ്. ഇവിടെ 100% ബൈജാക്ക് ജയിച്ചും ന്യൂ ജനറേഷൻ കൊട്ടിക്കലാശം വേണ്ടെന്ന് പറഞ്ഞു. ആഘോഷമായിട്ടുള്ള കൊട്ടിക്കലാശം വേണ്ടെന്ന് പറഞ്ഞു. ഉണ്ടാവില്ലെന്നാ. പക്ഷെ 100% ഇവിടെ ബൈജുവിന്റെ തരംഗാണ്. ബൈജു ജയിക്കുള്ളൂ. ബൈജുവിന്റെ നിർദ്ദേശം തന്നിട്ടുണ്ട്. കൊട്ടിക്കലാശം ഇവിടെ ബൈജു ജയിക്കുള്ളൂ. നമ്മളെ കാലത്തിന്റെ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയണം. 5 വർഷം കൂടുമ്പോ വോട്ട് ചെയ്യാൻ മാത്രമാണ് വാർഡ് കയറുന്നത്. ചെറിയ കവലകളിൽ മാത്രം മതി ഈ കൊട്ടിക്കലാശം നടത്തുക. കാരണം കോവിഡിന്റെ ഒരു ഭീതിജനകമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആളുകൾക്ക് ഈ പറയുന്ന സമ്പർക്ക നിയന്ത്രണവും മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഒരു ആഘോഷ സമയത്ത് പൂർണ്ണമായിട്ട് പാലിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വലിയ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. കളക്ടർ അത് വീണ്ടും ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും ആളുകൾ കൂടുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്, അത് ഒഴിവാക്കേണ്ടതാണ്. ആ ഒരു ഘട്ടത്തിലാണ് മലപ്പുറം നഗരത്തിൽ നിന്നും കൊട്ടിക്കലാശത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നമ്മളിപ്പോൾ നഗരത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെ പൂക്കോട്ടൂരിലാണുള്ളത്. നമുക്കിവിടെ കാണാം, ചെറിയ തോതിലുള്ള രീതിയിൽ കൊട്ടിക്കലാശം നടക്കുന്നുണ്ട്. വലിയ തോതിൽ തന്നെ ഈ കൊട്ടിക്കലാശം ആഘോഷമാക്കണമെന്ന ആവേശത്തിൽ പ്രവർത്തകർ ഒരുപാട് ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ പോലീസിൻ്റെ നിർദ്ദേശം അല്പമെങ്കിലും നിരാശ നൽകുന്നതാണ്. പക്ഷേ മലപ്പുറം ജില്ലയിലെ സാഹചര്യങ്ങൾ അത്തരത്തിലാണ്. അതുകൊണ്ട് തന്നെ പരിമിതമായ തോതിൽ കൊട്ടിക്കലാശം നടത്തുന്നുണ്ട്. പക്ഷേ പതിവിൽ കവിഞ്ഞുള്ള ഒരു സുരക്ഷാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ജാഗ്രതയും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഇവിടെയുണ്ട്. മലപ്പുറം ജില്ലയിൽ വ്യാപകമായി എവിടെയും കൊട്ടിക്കലാശമില്ല. ഇപ്പോൾ നിൽക്കുന്നത് പൂക്കോട്ടൂരിലാണ് ഞാൻ. ഇവിടെ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ നിയന്ത്രണത്തോടെ കൊട്ടിക്കലാശം നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രേണുക, തീർച്ചയായും ആ ദൃശ്യങ്ങൾ തന്നെ അവിടെ എത്രമാത്രം ആവേശമുണ്ട് എന്നതിന്റെ സൂചന തന്നെയാണ് നൽകുന്നത്. പ്രചാരണ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പോകുന്നുണ്ട്. അവസാന മണിക്കൂർ ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങൾ വളരെ തകൃതിയായി നടക്കുന്നു. സി വി അനുമോദാണ് മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി കണ്ണൂരിൽ നിന്ന് മനു ഭരത്താണ് ചേരുന്നത്. മനു, അവിടെയും വലിയ ആവേശമായിരുന്നു. പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ തമ്പടിച്ച് പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ കണ്ണൂർ എങ്ങനെയാണ്? സമാധാനപരമായി ഈ പരസ്യ പ്രചാരണം അവസാനിക്കാനുള്ള സാഹചര്യങ്ങൾ അധികൃതർ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? കണ്ണൂർ കോർപ്പറേഷനിലെ UDF നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമൊക്കെ ആയിരുന്ന ശ്രീ TO മോഹനാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ
പരസ്യപ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിനിടയിലാണ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ട് ഈ വാർഡിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം? ഒരു തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു അല്ലേ? ഈ കണ്ണൂർ കോർപ്പറേഷനിലെ ചാല ഡിവിഷൻ എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഉറച്ച വാർഡായിട്ടാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 238 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചതാണ്. ഈ തവണ എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ച് വോട്ടുമൊക്കെ ബന്ധപ്പെട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മളൊരു 500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലത്തും നന്നായി നടക്കുന്നു. എല്ലാ തലങ്ങളിലും ഏകദേശം 3300-ലധികം വോട്ടുകളുണ്ട്. അതുപോലെ തന്നെ 900-ലധികം വീടുകളുണ്ട്. എല്ലാ വീടുകളിലും ഞങ്ങൾ പലതവണയായിട്ട് പോയിട്ടുണ്ട്. എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിലൊക്കെ ഉപരിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 4.5 വർഷക്കാലത്തെ ഭരണം, കോർപ്പറേഷനിലെ അവരെ 3.25 വർഷക്കാലത്തെ ഭരണം, ഇതിലൊക്കെ മനം മടുത്ത ആളുകളാണ് ഈ പ്രദേശത്തുള്ള ഇടതുപക്ഷ പ്രവർത്തകർ പോലും. ആ നിലയിലുള്ള മാറ്റം തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് രംഗത്തുണ്ടാകും. ഈ കഴിഞ്ഞ തവണ കണ്ണൂർ കോർപ്പറേഷനിൽ 27 എന്നുള്ളതൊരു വലിയ രാഷ്ട്രീയ അസ്ഥിരത്വത്തിനൊക്കെ ഒരു ഇടയാക്കി. അപ്പോൾ അതൊന്ന് അതിജീവിക്കാൻ അല്ലെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഒരു പൂർണ്ണമായി ഈ കോർപ്പറേഷൻ പരിധിയിൽ നടന്നിട്ടുണ്ടോ? എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? കൃത്യമായിട്ടുണ്ട്. ഈ തവണ ഞങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്ത് പ്രത്യേക ശ്രദ്ധ വെച്ചതൊക്കെ സ്ഥാനാർത്ഥി നിർണയമാണ്. സ്ഥാനാർത്ഥി നിർണയം പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ നിലയിൽ നോക്കിയപ്പോൾ 55 ഡിവിഷനിലും നല്ല സ്ഥാനാർത്ഥികളെ നിർത്താൻ ഈ തവണ കഴിഞ്ഞു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. അതിൻ്റെ റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ബോധ്യമാകുന്ന കാര്യമാണ്. 55 സീറ്റിൽ 40-ന് മുകളിൽ സീറ്റ് ഐക്യജനാധിപത്യ മുന്നണി ഈ തവണ തെരഞ്ഞെടുപ്പിൽ കരസ്ഥമാക്കും. അത് യാതൊരു തർക്കവുമില്ല. കേരളത്തിലെ എല്ലാ കോർപ്പറേഷനിലും വെച്ച് കണ്ണൂർ കോർപ്പറേഷൻ ആയിരിക്കും മികച്ച വിജയം കരസ്ഥമാക്കുന്ന കോർപ്പറേഷൻ. ഈ മൊത്തം ജില്ലയുടെ കാര്യം കൂടി ഒരു നിരീക്ഷിക്കുന്ന ഒരു ശരി, മനു ഭരത്താണ് കണ്ണൂരിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിക്കൊപ്പമായിരുന്നു. തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. മറ്റ് ഞങ്ങളുടെ പ്രതിനിധികളുമാണ് അവസാന മണിക്കൂറിലെ പ്രചാരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയത്. കൊണ്ടോട്ടിക്ക് പിന്നാലെ നിലമ്പൂരിലും വോട്ടിന് പണം. നിലമ്പൂർ നഗരസഭ 27-ാം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി മരുന്നൻ ഫിറോസ് ഖാനെതിരെയാണ് പരാതി. ഇവിടെ നിന്നിട്ടാ തന്നത്. പൈസ എണ്ണി ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാലോ അല്ലേ? വോട്ട് ചോദിച്ചെത്തിയ ഫിറോസ് ഖാൻ 1500 രൂപ നിർബന്ധിച്ചു നൽകിയെന്ന് വോട്ടറായ ശകുന്തള പരാതി നൽകി. CV അനുമോദാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന പോലെ വോട്ടിന് പണം നൽകിയൊക്കെ സ്വാധീനിക്കാനുള്ള ശ്രമം, അതും ഈ അവസാന മണിക്കൂറുകളിൽ അതിന്റെ കൂടുതൽ വാർത്തകൾ പുറത്തുവരികയാണ്. നിലമ്പൂരിൽ സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരിയായ ശകുന്തള പറയുന്നത് എന്താണ്? കൊണ്ടോട്ടിക്ക് പിന്നാലെ നിലമ്പൂരിലും വോട്ടിന് പണം നൽകി എന്ന പരാതിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിലമ്പൂർ നഗരസഭയിലെ 27-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായ ചികിത്സ സഹായിക്കുന്ന വാഗ്ദാനം ചെയ്തു. 1500 രൂപ നൽകി എന്നാണ് അവർ പറയുന്നത്. അനുമോദ്, അവിടെ പ്രചാരണ പരിപാടികൾ നടക്കുന്നതിനടുത്ത് തന്നെയാണ് അനുമോദ് ഉള്ളതെന്ന് തോന്നുന്നു. അവിടുത്തെ ശബ്ദമാണ് കേൾക്കാൻ കഴിയുന്നത്. താങ്കളുടെ ശബ്ദം വ്യക്തമല്ല, ഞാൻ അതുകൊണ്ടാണ് ഇടപെടുന്നത്. കഴിയുമെങ്കിൽ കുറച്ച് കൂടി വ്യക്തമാകുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് വീണ്ടും ചേരാമെന്ന് കരുതുന്നു. അതിന് അനുമോദിനെ കുറച്ച് കഴിഞ്ഞ് ബന്ധപ്പെടാം. എന്തായാലും ഒരു വോട്ടിന് പണം നൽകിയെന്ന ആരോപണം കൂടി ഉയരുകയാണ്. ഇത് നിലമ്പൂരിൽ നിന്നാണ്. 1500 രൂപ സ്ഥാനാർത്ഥി നിർബന്ധിച്ചേൽപ്പിച്ചു എന്ന പരാതിയുമായി ശകുന്തള എന്ന സ്ത്രീയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്.
മലപ്പുറം കൊണ്ടോട്ടി നഗരസഭയിൽ വോട്ടർമാർക്ക് സ്ഥാനാർത്ഥി പണം നൽകിയതായി നേരത്തെ പരാതി ഉയർന്നിരുന്നു. 28ാം വാർഡായ ചിറയിലിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി താജുദ്ദീൻ പണം നൽകി വോട്ട് അഭ്യർത്ഥിക്കുന്ന വീഡിയോയാണ് പുറത്തുവന്നത്. ഇതോടെ സ്ഥാനാർത്ഥിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് LDF രംഗത്തെത്തി. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് 1 വോട്ടിന് വിജയിച്ച വാർഡാണ് ചിറയിൽ. എൻ്റെ വീട്ടിൽ സ്ഥാനാർത്ഥി താജുദ്ദീൻ എന്ന സ്ഥാനാർത്ഥി വീട്ടിൽ വന്നിട്ട് എനിക്ക് പണം തരാൻ വേണ്ടി ശ്രമിക്കുകയും വോട്ടിന് അവകാശം നമ്മളെ അവകാശം നമ്മൾക്ക് വിലക്ക് കൊടുക്കേണ്ടതല്ല എന്ന് ഞാൻ അവനോട് പറയും. അങ്ങനെ നമ്മൾ പൈസ നമുക്ക് വേണ്ട, നമ്മളെ വോട്ട് നമ്മൾക്ക് ഇഷ്ടത്തിന് നമ്മൾ ചെയ്യണ നമ്മളെ ആദർശങ്ങളാണല്ലോ, അതിന് നമ്മൾ വിനിയോഗിക്കും. അതിന് പണം തന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓരോ വീട്ടിലും ചെന്നാൽ അവൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യം നമ്മളെ അവകാശങ്ങൾ നമ്മളെ വിനിയോഗിക്കേണ്ടത്, അതിന് പണം തന്നിട്ടല്ല വേണ്ടത്. അതിന് കോഴിക്കോട് കോർപ്പറേഷൻ 54ാം ഡിവിഷൻ ഇടത് സ്ഥാനാർത്ഥി മുസാഫർ അഹമ്മദ് അവസാന മണിക്കൂറുകളിൽ വീട് കയറി വോട്ട് ചോദിക്കുകയാണ്. സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളല്ല, സർക്കാർ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് വോട്ടർമാരുടെ മനസ്സിലുള്ളതെന്ന് വ്യക്തമായതായി CPM നേതാവ് കൂടിയായ മുസാഫർ അഹമ്മദ് ന്യൂസ് 18നോട് പറഞ്ഞു. മുഹമ്മദ് ഷഹീദിന്റെ റിപ്പോർട്ട്. ജയിച്ചു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ പോലും പരിഗണിക്കപ്പെടുന്ന ഒരു ആൾ കൂടിയാണ്. കോർപ്പറേഷൻ ഇത്തവണ പിടിക്കുമെന്നൊരു ഉറച്ച വിശ്വാസത്തിലാണ് UDF. ആ തരത്തിലുള്ള വലിയ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആശങ്കയുണ്ടോ? അതെല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കേൾക്കുന്നതാണല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണം നടത്തി, പക്ഷേ തൊട്ടു മുമ്പേയുള്ള തെരഞ്ഞെടുപ്പിനേക്കാളും UDF പുറകോട്ടാണ് പോയത്. അതേ ചിത്രമാണ് ഇത്തവണയും സംഭവിക്കാണ്ട് പോകുന്നത്. കൊട്ടിഘോഷിക്കപ്പെട്ട പ്രചരണങ്ങളല്ലാതെ നിലവിലുള്ള UDFന്റെ സിറ്റിംഗ് സീറ്റുകൾ പോലും നിലനിർത്താൻ വേണ്ടി കഴിയാത്ത നിലയിലാണ് UDF പോകുന്നത്. പുറത്തിൽ നടക്കുന്ന രാഷ്ട്രീയവാദങ്ങളൊന്നും നിങ്ങളോട് സംസാരിക്കുമ്പം അങ്ങനെ ജനങ്ങളിൽ പ്രകടമാകുന്നത് വലിയ തോതിലുള്ള സർക്കാരിന് അനുകൂലമായിട്ടുള്ള വൻ പിന്തുണയാണ്. ജനങ്ങളുടെ മുഖഭാവങ്ങളും ഇടപെടലുകളും പിന്തുണയും. സത്യത്തിൽ ഇപ്പോൾ 2 ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്നത് തീർച്ചയായും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാനായിട്ട് ജനങ്ങൾ ക്യൂ നിന്നതാണ്. ആ ഒരു പ്രതികരണമാണ് വോട്ടർമാരിലുള്ളത്. ഈ തരത്തിലാണ് സർക്കാരിനെതിരെ നടക്കുന്ന വിവാദങ്ങൾ ഒന്നും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നില്ല. മറിച്ച് സർക്കാർ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് ജനങ്ങളുമായി സംവദിക്കുന്ന സമയത്ത് അവരുടെ പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചതെന്നാണ് വി മുസഫർ 54ാം ഡിവിഷനിലെ LDF കാൻഡിഡേറ്റ് നമ്മളോട് പങ്കുവെക്കുന്നത്. വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ കോട്ടയത്ത് LDFൽ പൊട്ടിത്തെറി. തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാതെ NCPയെ LDF അവഹേളിച്ചതായി മാണി സി കാപ്പൻ MLA തുറന്നടിച്ചു. ജോസ് വിഭാഗത്തിന് വലിയ പരിഗണന നൽകിയതിനെതിരെ നേരത്തെ CPIയും പ്രതിഷേധമുയർത്തിയിരുന്നു. കാപ്പൻ സന്നദ്ധതയെ അറിയിച്ചാൽ UDFിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് MM ഹസൻ പ്രതികരിച്ചത്. വോട്ടെണ്ണും മുൻപേ കോട്ടയത്ത് പതിവില്ലാത്ത വിധം LDFൽ തുറന്ന പോര് തുടങ്ങി. മാണി സി കാപ്പൻ MLAയാണ് LDFിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. സീറ്റ് വിഭജനത്തിൽ കടുത്ത അവഹേളനമാണുണ്ടായത്. സംസ്ഥാനത്തൊട്ടാകെ സമാന അനുഭവമുണ്ടായി. പക്ഷെ പാലായിൽ ഞങ്ങളോട് കാണിച്ച അവഹേളനത്തിന് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. 9 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും പാലായിൽ ഞാൻ ലീഡ് ചെയ്തതാണ്. അവിടെ ആകെ 2 സീറ്റാണ് LDF തന്നിട്ടുള്ളത്. അതിന് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അതിന് മാത്രമല്ല, ഈ സംസ്ഥാനത്തുടനീളം കഴിഞ്ഞ വർഷം 400ഓളം സീറ്റുകളിൽ മത്സരിച്ച പാർട്ടിക്ക് ഇത്തവണ 165 സീറ്റ് തന്നത്. അത് ഞങ്ങൾ പ്രകടിപ്പിക്കേണ്ടടുത്ത് പ്രകടിപ്പിക്കാൻ തന്നെയാണ് ഇരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ എന്നും കാപ്പൻ പൂർണ്ണ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല. വിവാദങ്ങൾ ബാധിച്ചോ എന്ന സംശയം കാപ്പന്റെ വാക്കുകളിലുണ്ട്. ജനവികാരം ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇടതുമുന്നണിയോടൊപ്പം ആണ് ജനവികാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ സമീപകാലത്തുണ്ടായ ചില ഡെവലപ്മെൻറ്റ്സ് അത് പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അത് റിസൾട്ട് വന്നാലേ അറിയുള്ളൂ. ജോസ് കെ മാണി മുന്നണിയിലെത്തിയപ്പോൾ പാലാ സീറ്റ് വിട്ടുകൊടുത്ത് ഒരു ഒത്തുതീർപ്പിനുമില്ലെന്ന് NCP നിലപാട് വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ കാപ്പൻ UDFിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം മധ്യതിരുവിതാംകൂറിൽ പല രാഷ്ട്രീയ മാറ്റങ്ങൾക്കും കാരണമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതേസമയം മാണി സി കാപ്പൻ സന്നദ്ധത അറിയിച്ചാൽ UDFിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. ഇടതുമുന്നണിയിൽ പല MLAമാരും അതൃപ്തരാണെന്നും ഹസൻ പറഞ്ഞു. മാണി സി കാപ്പൻ UDFുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയോ ഞങ്ങളോട് ആലോചിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഞങ്ങളത് ഗൗരവമായി മുന്നണിയിൽ ആലോചിക്കും. ന്യൂസ് 18 കോട്ടയം. മന്ത്രി AC മൊയ്തീനെതിരെയുള്ള പരാതിയിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കും. മുഖ്യവരണാധികാരിയായ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടാണ് ഇക്കാര്യത്തിൽ അന്തിമമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. പോളിംഗ് ഓഫീസറുടെ വാച്ചിൽ 7 മണി ആയതിനാലാണ് മന്ത്രിയെ വോട്ട് ചെയ്യാൻ അനുവദിച്ചതെന്നാണ് കളക്ടറുടെ റിപ്പോർട്ട്. എന്നാൽ കളക്ടറുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് UDF വ്യക്തമാക്കി. 7 മണിക്ക് മുൻപേ AC മൊയ്തീൻ വോട്ട് ചെയ്തെന്നും ഇത് ചട്ടലംഘനമാണെന്നുമായിരുന്നു UDFന്റെ പരാതി.
കോൺഗ്രസുകാർ കയ്യേറ്റം ചെയ്തു എന്ന പരാതിയുമായി നിലമ്പൂർ MLA PV അൻവർ. MLAയെ തടഞ്ഞത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. എന്നാൽ കയ്യേറ്റം ചെയ്തിട്ടില്ലെന്നും അർദ്ധരാത്രി വോട്ടർമാരെ ദുരുദ്ദേശപരമായി കാണാൻ പോയത് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് VV പ്രകാശ് പറഞ്ഞു. CBI കൂട്ടിലടച്ച പട്ടിയാണെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കോടതി ഭാഷയിൽ പറഞ്ഞാൽ CBI കൂട്ടിലിട്ട തത്തയാണ്, എന്നാൽ തന്നോട് ചോദിച്ചാൽ കൂട്ടിലിട്ട പട്ടിയാണെന്നേ പറയൂ എന്നും EP ജയരാജൻ പറഞ്ഞു. ആ ലൈഫ് മിഷന്റെ പ്രവർത്തനങ്ങളെയാണ് തടസ്സപ്പെടുത്താൻ UDFും BJPയും പരിശ്രമിച്ചത്. എന്നിട്ടോ അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണ്. CBI വന്നു. CBI എന്ന് പറഞ്ഞാൽ കോടതി ഭാഷയിൽ പറഞ്ഞാൽ കൂട്ടിലിട്ട തത്തയാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കൂട്ടിലിട്ട പട്ടിയാണ്. അതിന്റെ പേരിൽ ജയിലിൽ പോണ്ടി വന്നാൽ എനിക്കൊരു വിഷമവുമില്ല. ഈ കൂട്ടിലിട്ട പട്ടികളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? ഈ വളർത്തുന്ന യജമാനോട് ഭയങ്കര സ്നേഹമായിരിക്കും. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ കുരച്ചുകൊണ്ടേയിരിക്കും. കടിക്കാനുള്ളതിന്റെ തുടക്കമാണ് കൊല. യഥാർത്ഥത്തിൽ CBI അന്വേഷിക്കേണ്ട ഒരു കേസാണോ ആ വടക്കാഞ്ചേരി ഫ്ളാറ്റ് സംബന്ധിച്ച് ഉയർന്നു വന്ന ആക്ഷേപം? അല്ല. അതിന് കേരളത്തിൽ വിജിലൻസ് ഉണ്ട്. കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. അപ്പോൾ മലപ്പുറത്ത് അത് സംഘർഷത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നു. മലപ്പുറത്ത് നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മലപ്പുറത്ത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അവിടെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടിരിക്കുന്നു. അഞ്ചു വർഷം ഭരിച്ച പാർട്ടിക്ക് വികസനം ചൂണ്ടിക്കാണിക്കാനില്ല. ഈ അവസാന നിമിഷം CV അനുമോദ് അവിടെ ഉണ്ട്. മലപ്പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യമാണുള്ളത്. അനുമോദ്, എന്താണ് അവിടെ? വാക്കുതർക്കമുണ്ട്, ഒരുപക്ഷെ സംഘർഷം ഉണ്ടായതിന്റെ സൂചനകളുമുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. പ്രവർത്തകർ തമ്മിൽ ആ ചെറിയ തോതിലുള്ള വാക്കുതർക്കം, മുദ്രാവാക്യം വിളിക്കുന്നതിലെ ആ തർക്കമാണ് ചെറിയ തോതിൽ സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. ഉന്തും തള്ളുമുണ്ടായി. മുതിർന്ന നേതാക്കൾ എത്തി അവരെ പിടിച്ചു മാറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പിന്നെയും പ്രവർത്തകർ തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുകയാണ്. പോലീസിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. വലിയ തോതിൽ ഒരു ഗതാഗത കുരുക്ക് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയാണ്. ആ ദേശീയപാതയിലാണ് ഇപ്പോൾ ഈ കൊട്ടിക്കലാശത്തിനിടെ വിവിധ കക്ഷികൾ തമ്മിൽ ഇപ്പോൾ തർക്കം ഉണ്ടായിരിക്കുന്നത്. LDF UDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് ഇവിടെ കൊട്ടിക്കലാശം നടത്തുന്നത്. അവരുടെ അണികളാണ്, പ്രവർത്തകരാണ് ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നത്. ഇവിടെ കൂടുതൽ ആളുകൾ ഈ തർക്കത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി വരികയാണ്. പക്ഷേ എല്ലാം തന്നെ കൂടുതൽ രൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ആളുകളെ പിടിച്ചു മാറ്റുന്നുണ്ട്. പോലീസിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. 6-7 പോലീസുകാർ ഇവിടെ ഉണ്ട്. പക്ഷേ അവരൊന്നും പ്രശ്നത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല. വളരെ ശ്രദ്ധേയമായൊരു കാര്യം, മലപ്പുറം ജില്ലയിൽ കൊട്ടിക്കലാശം ഒഴിവാക്കണമെന്ന് കളക്ടറുടെ നിർദ്ദേശം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കളക്ടർ എല്ലാ പാർട്ടി സെക്രട്ടറിമാർക്കും ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നു. പക്ഷേ പൂക്കോട്ടൂരിൽ ഇപ്പോഴും കൊട്ടിക്കലാശം നടക്കുകയാണ്. അതും ദേശീയപാതയിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുത്തുന്ന തരത്തിലാണ് സാഹചര്യങ്ങളുള്ളത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. കൊട്ടിക്കലാശം ആഘോഷമായിട്ട് തന്നെ പ്രവർത്തകർ നടത്തുന്നു. ഒപ്പം തന്നെ ഈ കൊട്ടിക്കലാശത്തിനിടെ വിവിധ രണ്ട് പാർട്ടികളിലെയും പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു. കയ്യാങ്കളിയുടെ വക്കത്തെത്തുന്നു. മുതിർന്ന പാർട്ടി പ്രവർത്തകർ ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ വാക്കുതർക്കം രൂക്ഷമാവുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ആളുകൾ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗതാഗതക്കുരുക്കും ഇവിടെ അതിരൂക്ഷമാണ്. ഏകദേശം കിലോമീറ്ററുകൾ കണക്കിന് ഇപ്പോൾ വാഹനങ്ങൾ വരി നിൽക്കുന്ന അല്ലെങ്കിൽ തടസ്സപ്പെട്ട് നിൽക്കുന്ന
ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ഗതാഗതം സ്തംഭിച്ച ഒരു സാഹചര്യമാണ്. ഇപ്പോൾ വാഹനങ്ങളെ കടത്തിവിടുന്ന ഒരു ദൃശ്യം കാണാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 മണിക്ക് ആണ് 2:30യോടെയാണ് കൊട്ടിക്കലാശം ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം പാർട്ടികൾക്ക് ലഭിച്ചത്. പക്ഷേ ഇതിനോടകം തന്നെ കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പാർട്ടിയുടെ അണികൾ പ്രവർത്തകർ നടത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ കൊട്ടിക്കലാശം പല മേഖലകളിൽ നഗരങ്ങളിലൊഴികെ മറ്റു മേഖലകളിൽ നടക്കുന്ന ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിലുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം നഗരത്തിലല്ല, നഗരത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള പൂക്കോട്ടൂരിലാണ് ഉള്ളത്. ഇവിടെ ചെറിയ തോതിലുള്ള ഒരു സംഘർഷം ഉണ്ടായി. ഇപ്പോൾ അത് പരിഹരിച്ചിട്ടുണ്ട്. എങ്കിലും കൊട്ടിക്കലാശം ഇവിടെ ആഘോഷമായിട്ട് തന്നെ പുരോഗമിക്കുന്നു എന്ന് നമുക്ക് പറയാം. കളക്ടറുടെ നിർദ്ദേശമുണ്ട് കൊട്ടിക്കലാശം വരുന്നത്. പക്ഷേ പ്രവർത്തകർ കൊട്ടിക്കലാശത്തിന്റെ ആവശ്യത്തിൽ തന്നെയാണ് ഇവിടെയുള്ളത്. വലിയ തോതിലുള്ള ഒരു ഗതാഗതം ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. അവിടെ നിന്നുമുള്ള വിവരം എന്തായാലും ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാതെ നേതാക്കൾ ഇടപെട്ട് അത് പരിഹരിച്ചിരിക്കുന്നു ഒരു പരിധിവരെ എന്ന് വേണം മനസ്സിലാക്കാൻ. വാഹന ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ പോയി തുടങ്ങിയിരിക്കുന്നു. എങ്കിലും പ്രവർത്തകർ അവിടെ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. വലിയ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനിയുള്ള സമയം നിർണായകമാണ്. എന്തായാലും കളക്ടർ പൂർണ്ണമായും ഈ കൊട്ടിക്കലാശം ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നുകൂടി അനുമോദ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക.